സമാജ്വാദി പാർട്ടിയിലെ പെൺകരുത്താണ് ഡിംപിൾ യാദവ്. ഡിംപിൾ ഇത്തവണയും മത്സരിക്കുന്നത് മെയിൻപുരി ലോക്സഭാ മണ്ഡലത്തിലാണ്. 2022 ഡിസംബർ മുതൽ ഡിംപിൾ ഇവിടുത്തെ ലോക്സഭാ അംഗമാണ്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഡിംപിളിനെ കൈപിടിച്ചു കൊണ്ടുവന്നത് സ്വന്തം ജീവിതത്തിലേക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിലേക്ക് കൂടിയാണ്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മകളായ ഡിംപിളിന് കല്യാണത്തിന് മുമ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. 1999 ഡിംപിളിനെ അഖിലേഷ് യാദവ് താലി ചാർത്തുന്നത് 21ാമത്തെ വയസ്സിൽ. കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോൾ 2009 ഫിറോസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ഡിംപിളിനെ മത്സരിപ്പിച്ചു. ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ ഡിംപിൾ പരാജയപ്പെട്ടു. 2012 ഡിംപിൾ കനൌജിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനൌജിൽ നിന്ന് ഡിംപിൾ വിജയിച്ചു. എന്നാൽ 2019 കനൌജിൽ ഡിംപിൾ യാദവ് തോറ്റു. BJPയോടായിരുന്നു തോൽവി. പിന്നീട് മുലായം സിംഗ് യാദവ് മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മെയിൻപുരിയിൽ നിന്ന് ഡിംപിൾ യാദവ് ജയിച്ചു. 2022 സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ മെയിൻപുരിയിൽ സീറ്റ് നിലനിർത്താനാണ് സമാജ്വാദി പാർട്ടിയുടെ ശ്രമം. പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് മെയിൻപുരി. 96 മുലായം സിംഗ് യാദവ് സമാജ്വാദി പാർട്ടിക്ക് അടിത്തറയിട്ട ഈ മണ്ഡലം ഇന്നും പാർട്ടിയുടെ കരുത്തുറ്റ കോട്ടകളിൽ ഒന്നാണ്. സമാജ്വാദി പാർട്ടി സ്ഥാപക നേതാവ് മുലായം സിംഗ് യാദവിന്റെ വിയോഗത്തെ തുടർന്ന് 2022 ഉപതെരഞ്ഞെടുപ്പിലാണ് ഡിംപിൾ യാദവ് ആദ്യമായി മെയിൻപുരിയിൽ നിന്ന് ജനവിധി തേടിയത്. അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2,88,461 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡിംപിൾ യാദവ് BJP സ്ഥാനാർത്ഥിയായ രഘുരാജ് സിംഗ് ഷക്കിയെ പരാജയപ്പെടുത്തിയത്. ഇത്തവണ ഇതിലും കൂടുതൽ വോട്ട് നേടാനാകുമെന്നാണ് SP നേതാക്കളുടെ പ്രതീക്ഷ. താക്കൂർ ജയ്വീർ സിംഗാണ് ഇത്തവണ മെയിൻപുരിയിൽ BJPയുടെ സ്ഥാനാർത്ഥി. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.